ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസിന് ഇതുപോലെ പങ്കെടുക്കാറുണ്ടോ? ഇവിടെ ഞാൻ തേർഡ് ടൈമാണ്. എന്നാ വന്ന് കുറച്ച് ദിവസം തുടങ്ങിയപ്പോൾ തന്നെ ഷൂട്ടിലായിരുന്നു, ഇന്ന് എത്താനേ പറ്റിയിട്ടുണ്ട്. കുഞ്ഞമണീസ് ഹോസ്പിറ്റലിൽ കണ്ടിരുന്നു, ഹസ്ബൻഡാണ് ഡയറക്റ്റ് ചെയ്തതെന്ന് അറിയാം. ആകാശത്തല്ല ഈ ഭൂമിയിലല്ല പാതാളത്തല്ല. കുഞ്ഞമണീസ് ഹോസ്പിറ്റലിൽ അത് എപ്പോഴും ക്ലോസ് ടു ഹേർട്ടാണ്. പിന്നെ അതൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അത്രയും സുഹൃത്തുക്കളെ ഒന്നിച്ച് ചേർന്നൊരു സിനിമയാണ്. പിന്നെ ഹസ്ബൻഡാണ് ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ മുതലറിയാം. അപ്പോൾ ആ ഒരു എല്ലാ പ്രോസസ്സിലൂടെയും കടന്ന് അദ്ദേഹം ഡയറക്ടറായി ആ കാഴ്ച കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടാകും. ഇപ്പോൾ കാഴ്ച പറയുമ്പോഴാണ് ബ്ലസ്സി സാറിൻ്റെ സെഷൻ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. സോ ഹൗ വാസ് ഇറ്റ്? യു ആർ ഓൾസോ വെയിറ്റിംഗ് ഫോർ ഗോട്ട് ലൈഫ് ആടുജീവിതം. ഫിലിം ലവറിനെ പോലെ തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. രസകരമായിരുന്നു. അത് കാണാൻ സാധിച്ചില്ല, ഒരു ഡിസ്കഷൻ കാണാൻ സാധിച്ചൊരു സന്തോഷമാണ്. എന്താണ് പ്രതീക്ഷ സിനിമയെക്കുറിച്ച്? അങ്ങനെ പ്രതീക്ഷകൾ എപ്പോഴും നല്ലത് തന്നെയാണ്, നന്നായി വരുന്നത് തന്നെയാണ്. ബിക്കോസ് മികച്ചൊരു കഥ ഡയറക്ടറുടെ കയ്യിലാണ് ചിത്രമുള്ളത്. അത്രയും മികച്ചൊരു അഭിനേതാവാണ് മുമ്പിലുള്ളത്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബാക്ക് ബോർഡ് എന്ന് പറയുന്ന തിരക്കഥ അല്ലെങ്കിൽ കഥ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാം ഏറ്റവും മികച്ച കാഴ്ചകൾ, ഏറ്റവും മികച്ച ആളുകൾ കുടിച്ചേരുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ വരുന്നത് വിചാരിക്കും. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷനെ കുറിച്ച് പറഞ്ഞു. പൃഥ്വിരാജായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹൗ യു എവർ എക്സ്പീരിയൻസ്ഡ് ആ ഒരു? പൃഥ്വിരാജിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു പോർഷനെ ചെയ്തിട്ടുള്ളൂ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഹീറോ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അന്ന് എനിക്ക് ഒരു ദിവസത്തെ ജസ്റ്റ് കോമ്പിനേഷനേ ഉള്ളൂ, അത് ഓർത്തെടുക്കാനൊന്നുമില്ല. മോർ ക്ലോസ് ടു ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്തിനെയാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 3 പടങ്ങളോളം വർക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞമണീസിലുണ്ടായിരുന്നു. കുഞ്ഞമണീസ് അതിന് മുമ്പ് ചേകവ്, ഫ്രണ്ട്സ് അങ്ങനെ സിനിമകളിലൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മാതൃഭൂമിയിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ കാണുന്നത് 3 വർഷമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഈ ഫെസ്റ്റിവലിൽ നിന്നുള്ളൊരു ടേക്ക് അവേ? ഫെസ്റ്റിവൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ വശങ്ങളും ടച്ച് ചെയ്ത് പോകാൻ സാധിക്കുന്ന ഒരു ഫെസ്റ്റിവലാണെന്ന് കരുതുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു സാധ്യതകൾ കണക്കിലെടുത്തായിരിക്കും ഔട്ട് ഓഫ് ദി സിറ്റിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു വേർഷൻ കുറച്ചുകൂടെ സ്ഥലങ്ങളിലേക്കും കൂടെ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു കൈൻഡ് ഓഫ് ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. എപ്പോഴും അവർ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ കൂടുതൽ സാധാരണക്കാരിലേക്ക് കൂടെ അല്ലെങ്കിൽ ഒരു പക്ഷേ എഴുത്തോ വായനയോ ഒന്നും അത്രയും ചേർന്ന് നിൽക്കാത്ത ആൾക്കാരിലേക്ക് കൂടെ ഇതെത്തണ്ടേ എന്ന് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും മാതൃഭൂമി പോലൊരു വലിയൊരു കൂട്ടം അങ്ങനെ ഒരു ശ്രമം നടത്തുന്നു കൂടെ വിചാരിക്കുന്നു. വായനയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ കുറച്ച് കുറവാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ ഞാൻ ഇഷ്ടമുള്ള ഒരാളാണ്, ആഗ്രഹിക്കുന്ന ഒരാളാണ് വായിക്കണം എന്നും എഴുതണം എന്നും എല്ലാം. Thank you so much. All the best for future. Thank you for you too.